ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ലാസ്റ്റ് സൺഡേ വീഡിയോ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെല്ലിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഒരു റിസഷനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെൽ ഓഫ് നമ്മൾ ലാസ്റ്റ് വീക്ക് കാണുകയും ചെയ്തു. ഇനി അടുത്ത ആഴ്ച ഒരു പുതിയ പണി വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടത്. അതായത് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ ഒരു ഏജൻസിനെ കുറിച്ച് നിങ്ങൾ ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു മുൻപേ ലാസ്റ്റ് ഇയർ നമ്മളുടെ അഡാനിയെക്കുറിച്ച് ഇല്ലെങ്കിൽ അഡാനി സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് അഡാനി സ്റ്റോക്കുകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു സെല്ലിങ് വരികയും പിന്നെ കുറേ നാളുകൾക്ക് ഇപ്പം അതിനോട് എന്താ പറയുക ഒപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിലും ഒരു സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതൊക്കെ റിക്കവർ ആവുകയും ആ ഒരു പ്രോബ്ലമൊക്കെ ഒരു പരിധി വരെ സോൾവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം പുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇവർ സാറ്റർഡേ ഇൻ പോസ്റ്റൺ എക്സ്, അതായത് ട്വിറ്ററിൽ സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മേ ബി അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. മേ ബി ഇനി ഒരു പുതിയൊരു ഗ്രൂപ്പിനെ കുറിച്ചാണോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയെ കുറിച്ചാണോ എന്തെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസോ മാനിപ്പുലേഷൻസോ ഒക്കെ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളതൊന്നും അറിയില്ല. മാർക്കറ്റ് അത് എത്രത്തോളം ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളതും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൺ January 24 ലാസ്റ്റ് ഇയർ ഹിഡൻബർഗ് ക്രിറ്റിസൈസിങ് ദ അഡാനി ഗ്രൂപ്പ് ജസ്റ്റ് ബിഫോർ പ്ലാൻഡ് ഷെയർ സെയിൽ ഓഫ് അഡാനി എൻ്റർപ്രൈസസ്. ഓക്കെ ഇതാണ് അവർ ട്വിറ്ററിൽ കൊടുത്തിട്ടുള്ള അവരുടെ ആ ഒരു പോസ്റ്റ്, സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്നുള്ളത്. അപ്പം അഡാനിയിൽ അന്നൊരു ഷേക്ക് ഉണ്ടാക്കാനും മാർക്കറ്റിലൊരു സെൽ ഓഫ് കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇവരിനി എന്താണോ പുറത്ത് വിടാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് അടുത്ത ആഴ്ച മാർക്കറ്റിൽ എന്നുള്ളത് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം, അല്ലാതെ മാർക്കറ്റിലൊരു സെല്ലിങ് വരുന്നു അങ്ങനെയുള്ള ഒന്നും തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മളുടെ ചാർട്ടിലോട്ടും കാര്യത്തിലോട്ടും കിടക്കാം. ഇനി നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗണിന് ശേഷം ആ ഒരു ലെവൽ സ്റ്റേബിളായിട്ട് ഹോൾഡ് ചെയ്തു. നമ്മൾ ഒരു വീക്ക്ലി ചാർട്ട് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ് കിട്ടിയത് ഗ്യാപ് ഡൗണിന് ശേഷം. അതായത് ഗ്യാപ് ഡൗൺ ചെയ്തിടത്തു നിന്ന് തന്നെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ പേഴ്സണലി ഇവിടെ ട്രേഡിൽ അത്ര ബുള്ളിഷ് അല്ല, എന്നാൽ പിന്നെ ഞാൻ അത്ര ബിയറിഷും അല്ല. ഇവിടെ ഒരു സൈഡ് വേസ് സിനാരിയോയിലാണ് ഞാനുള്ളത്. ഇനി ഞാൻ മാർക്കറ്റിൽ ട്രേഡിലോട്ട് സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 50യും 20യും പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 മൂവിങ് ആവറേജിൻ്റെ മുകളിലും എന്നാൽ 20 മൂവിങ് ആവറേജിൻ്റെ താഴെയുമാണ് മാർക്കറ്റ് ഇപ്പം നിലവിലുള്ളത്. അപ്പം ഈ ഒരു 20ക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു 20ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഞാൻ ഒരു ബൈയിങ് സോണിലോട്ട് കടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലോ ഇല്ലെങ്കിൽ ഇതിന് താഴെയാണെങ്കിലോ ഞാൻ ഫ്രഷ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടിയും വളരെ ചെറിയൊരു പെർസെൻറ്റേജിൽ ആയിരിക്കും ഞാൻ പൊസിഷൻ സൈസിങ്ങിലായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. പിന്നെ ഏകദേശം 24,000 ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നിഫ്റ്റി ബാങ്കിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കറിയാം സിമിലർ ആയിട്ടുള്ള ഒരു ചാർട്ട് സ്ട്രക്ചേഴ്സ് ആയിരിക്കും എല്ലാ സ്റ്റോക്കുകളിലും തന്നെ ഉണ്ടാവുക. ഇവിടെ ഓൾറെഡി 20ക്കും 50ക്കും താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഈ ഒരു 50,000 താഴെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ സെല്ലിങ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 20ക്ക് താഴെയാണ്, പക്ഷേ 50ക്ക് മുകളിലാണ്. ഈ ഒരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം തിരിച്ച് റിക്കവർ ആകാൻ വേണ്ടിയിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് കയറിപ്പോകുന്നത്. ലാസ്റ്റ് ടൈമൊക്കെ മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റാലി വരുമ്പം എല്ലാ സ്റ്റോക്കുകളും ഒരേപോലെ തിരിച്ച് കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാസ്റ്റ് 5 ഡേയ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പം എല്ലാ ദിവസവും തന്നെ സ്മോൾ ക്യാപ്പ് ചെറിയൊരു രീതിയിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 20ക്ക് മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഫ്രഷ് പൊസിഷൻ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി മിഡ് ക്യാപ്പിലോട്ട് വരുമ്പം CNX മിഡ് ക്യാപ്പിലോട്ട് വരുമ്പം 20ക്ക് മുകളിലാണ്. ഇത് ഒരു മേജർ സപ്പോർട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെല്ലിങ് വന്ന സമയത്ത്. ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് സ്ട്രക്ചറിലാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് വേസ് സ്ട്രക്ചറിലുള്ളപ്പം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് കയറി പോകുന്നത്. സാധാരണ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല സ്വിങ്ങിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഓർത്ത് വെക്കുക. അതിനനുസരിച്ച് പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത ആഴ്ച നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എവർ റെഡി ഇൻഡസ്ട്രീസ്. ഈ ഒരു കമ്പനിയുടെ മന്ത്ലി ചാർട്ട് മൂവിങ് ആവറേജ് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു, സെക്ടേഴ്സ് എനേബിൾ ചെയ്യുന്നു. സെക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് ആണ്. ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് കമ്പനികളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്താണ്, ഒരു ഹോട്ട് സെക്ടർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിനുള്ളിൽ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 467 അല്ലെങ്കിൽ 450 എന്ന് പറയുന്നത് 465 ഇല്ല 470 എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ്. മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുമ്പം ഏകദേശം ഇതൊരു 2017 മുതലുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2015 ഹൈക്ക് ശേഷം കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഈ ഒരു സ്റ്റോക്കിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് ഒരു ഹോട്ട് സെക്ടറാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ട്രേഡ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിന് താഴെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂ ബുള്ളിഷ് ആണ് എന്നുള്ള എൻ്റെ വ്യൂ ഇൻവാലിഡ് ആയിരിക്കുന്നതായിരിക്കും. അപ്പം അതായത് 373 ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം എൻ്റെ വ്യൂ ബുള്ളിഷ് ആണ്. ഇത് മോർ അപ്സൈഡ് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതായിരിക്കും എൻ്റെ വ്യൂ. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അവന്തി ഫീഡാണ്. അവന്തി ഫീഡിൽ നമ്മൾ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തതാണ്. ഇവിടെ ഞാനിതൊക്കെ റിമൂവ് ചെയ്യാം മാർക്കിങ്സ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 25% അപ്സൈഡ് ആണ് ഇപ്പം ഈ ഒരു ട്രേഡ് ഉള്ളത്. 25% അപ്സൈഡ് ആണുള്ളത്. നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 25% അപ്സൈഡ് ആണുള്ളത്. പക്ഷെ നമ്മൾ മന്ത്ലി ചാർട്ടിലോട്ട് വന്നിട്ട് വീണ്ടും ഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ വേണ്ട മിനിമം ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഒരു സ്വിംഗ് ഹൈ ഉണ്ട്. ആ ഒരു സ്വിംഗ് ഹൈയിലാണ് ഇപ്പം ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വീണ്ടും ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെ അതിൻ്റെ ഒരു മേജർ സെല്ലിംഗ് സോണാണ് 853 ഈ ഒരു സോണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിന് മോർ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വീക്ക്ലി ചാർട്ടിൽ വന്നിട്ട് ഇല്ലെങ്കിൽ ഡെയിലി ചാർട്ടിൽ വന്നിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ മുകളിൽ എൻട്രി എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെയോ അല്ലെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കൂടുതൽ അപ്സൈഡ് അല്ലെങ്കിൽ എന്താണ് അപ്സൈഡ് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. മേ ബി ഈ ഒരു ഹൈ കട്ട് ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു, അതിനുശേഷം നെക്സ്റ്റ് ടാർഗറ്റ് മേ ബി ഇതായിരിക്കും. ആ ഒരു ടാർഗറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് മേ ബി സമയം എടുക്കുമായിരിക്കും, പോയി പിന്നെ ഒരു പുൾ ബാക്ക് എല്ലാം തന്ന് പിന്നെ വീണ്ടും അതെന്താണ് ഒരു ലാർജ് ബ്രേക്ക് ഔട്ടായിട്ട് മാറും. ഇപ്പം നമ്മൾ നേരത്തെ എവർ റെഡിയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ലാർജ് ബ്രേക്ക് ഔട്ടായി മാറി പിന്നെ അത് കൂടുതൽ മുകളിലോട്ട് പോകും. അതിനൊക്കെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അവന്തി ഫീഡ്. ഇപ്പം വാബാക്ക് ഒക്കെ അങ്ങനെയുള്ളൊരു സ്റ്റോക്കാണ്. വാബാക്ക് വളരെ ലോവർ ലെവലിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് കൺസിഡർ ചെയ്യായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കടന്നാണ് ഇപ്പോൾ ഇതിവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്തി ഫീഡിനും ഇങ്ങനെ ഇപ്പോൾ അവന്തി ഫീഡ് ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, ഏകദേശം ഈ ഒരു സ്റ്റേജിലാണ്. അവിടെ നിന്ന് പോയി വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു സെൽ ഓഫ് വന്ന് വീണ്ടും അത് ബ്രേക്ക് ഔട്ട് തരാൻ മേലായികയൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നമ്മളുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡോ അമീനാണ്. ഇതൊരു കെമിക്കൽ റിലേറ്റഡ് സ്റ്റോക്കാണ്. ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റാണ് ഈ ഒരു 183 എന്ന് പറയുന്നത്. 183, 175 തൊട്ട് 183 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണാണ്. കെമിക്കൽ സ്റ്റോക്കാണ്. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇനി അങ്ങനല്ല, ആൻറ്റിസിപ്പേഷൻ എൻട്രി എടുക്കണമെന്നുള്ളവർക്ക് ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ എൻട്രി എടുത്ത് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. പ്യുവർ ആയിട്ടുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ നമുക്ക് യാതൊരുവിധ
ഒരു ബ്രേക്ക് ഔട്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ബ്രേക്ക് ഔട്ട് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷേൻ്റെ പുറത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് എന്ന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. പിന്നെ ലാസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു റിസൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിലും നിങ്ങൾക്ക് ഇൻഡോ അമീനിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണിത്. ഈ ഒരു വീക്ക്ലി ചാർട്ട് പ്രകാരം നമുക്ക് ഏകദേശം ഈ ഒരു 1070 എന്നൊക്കെ പറയുന്നത് ഒരു റെസിസ്റ്റൻസ് സോണാണ്. 1070 മുതൽ ഒരു 1100 120 എന്നൊക്കെ പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു മുകളിൽ പോയിട്ട് എന്താണ്, ഡെയിലി ചാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ മുകളിൽ പോയി തിരിച്ച് താഴെ വന്ന് അവിടെ റീടെസ്റ്റ് നടത്തി ഇവിടെ ഒരു റിവേഴ്സൽ തരുന്നുണ്ട്. സോ ഒരു റിവേഴ്സലിന് ശേഷം എന്ത് സംഭവിക്കാം, വീണ്ടും ഇതൊരു അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഒരു റീടെസ്റ്റ് എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് അതിൻ്റെ ഒരു മന്ത്ലി ചാർട്ടാണ്. ഇനി വീക്കിലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിന് മുകളിലായിരിക്കും നമ്മളുടെ ആ ഒരു വ്യൂ വരിക. 1261 സ്റ്റോപ്പ് ലോസ് ഈ ഒരു 15%. ഓക്കെ, 15% നമുക്ക് വരിക. ഈ ഒരു പോയിൻറ്റിന് മുകളിൽ ആണ് നമ്മളുടെ വ്യൂ വരുന്നത്. ഓക്കെ, ഒരു 15% സ്റ്റോപ്പ് ലോസിൽ ഇതിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഈ ഒരു 15% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റീടെസ്റ്റ് ലെവൽ വീണ്ടും ബ്രോക്കൺ ആയി എന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ബുള്ളിഷ് വ്യൂ അവിടെ ഇൻവാലിഡ് ആകും. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ബുള്ളിഷ് എൻട്രി കൺസിഡർ ചെയ്യുന്നതിലോ ഹോൾഡ് ചെയ്യുന്നതിലോ കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ട് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഡെക്സിൽ നിലവിൽ ഫ്രഷ് എൻട്രീസ് ഞാൻ കൺസിഡർ ചെയ്യില്ല. 1-2 ദിവസം കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയോ സ്റ്റേബിളായിട്ട് നിലനിൽക്കുകയോ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ഞാൻ എൻ്റെ പൊസിഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ NSE മീൻസ് 15-ാം തീയതി നമ്മൾക്ക് ഹോളിഡേ ആണ്, വ്യാഴാഴ്ച. പിന്നെയുള്ളത് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഈ ഒരു ഹിൻഡൻബർഗിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട്. അത് എത്രത്തോളം മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ കണ്ടറിയാം. ഇപ്പം പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എവറെഡി, പിന്നെ രണ്ടാമത്തത് അവന്തി ഫീഡ്, മൂന്നാമത്തത് ഇൻഡോ അമീൻ, നാലാമത്തത് ഗൾഫ് ഓയിൽ ലൂപ്പ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.